Hey, hello guys, welcome back. Abhishek ആണ്. So guys, ഇന്ന് നമ്മുടെ വീഡിയോ റീസെൻ്റ്ലി ഞാൻ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ഡൊമിനോറിൻ്റെ ഒരു 3 year യൂസർ എക്സ്പീരിയൻസ്. സോ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, നമ്മൾ അടുത്ത് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഡൊമിനോറിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യുമെന്ന്. സോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു കണ്ടൻറ്റാണ് കേട്ടോ. അതായത് നമ്മൾ ഡൊമിനോർ 250യുടെ പോസിറ്റീവും നെഗറ്റീവുമാണ്. ആക്ച്വലി ഞാനൊരു 3 വർഷം കൊണ്ട് ഈ ഒരു വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു 3 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നിയ പോസിറ്റീവും നെഗറ്റീവുമാണ് ഞാൻ പറഞ്ഞിട്ട് പോകണം കേട്ടോ. അപ്പം പോസിറ്റീവിലും നെഗറ്റീവിലും ഒരുപാട് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് നിങ്ങൾ അറിയിക്കാം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും വാട്സപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് പവർ ആകട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അവിടെ വണ്ടിക്കാരും മാത്രമല്ല അവിടെ ഒരുപാട് റൈഡേഴ്സും റൈഡ് കോർഡിനേറ്റേഴ്സും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അവർക്ക് ചോദിച്ച് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. സോ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്ന് പോസിറ്റീവും നെഗറ്റീവും പറയാനായിട്ടുള്ള വണ്ടി കേട്ടോ. അതായത് 2022 മോഡൽ ഡൊമിനോർ 250 ആണ്. ആക്ച്വലി ഈ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു വണ്ടിയുടേതല്ല, റെഡ് സിൽവർ ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനിലിരുന്ന വണ്ടീനെ ഞാൻ ഒരു റെഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനിലോട്ട് മാറ്റിയതാണ് കേട്ടോ. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയാം കേട്ടോ. ആക്ച്വലി അതിന് മുന്നേ ഇതെന്താണ് ഈ ഒരു ഡൊമിനോർ 250 നമുക്ക് പറയേണ്ടതുണ്ട്. സോ ഒരു ഡൊമിനോർ 250 എന്ന് പറയുന്നത് ഒരു 250cc സെഗ്മെൻറ്റിൽ ഒരു ടൂറർ സ്പോട്ടായിട്ട് പറയുന്ന വണ്ടിയാണ് കേട്ടോ. ആക്ച്വലി ഒരു ഡൊമിനോർ 400 എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു അനുജൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു CC കുറഞ്ഞൊരു വണ്ടി അതായിട്ടാണ് ഡൊമിനോർ 250 ആദ്യം ലോഞ്ച് ചെയ്തത്. ആക്ച്വലി ഒരു 2020-ലൊക്കെയാണ് തോന്നുന്നു ഡൊമിനോർ 250 ആദ്യം ലോഞ്ച് ചെയ്യണം. പക്ഷേ ഡൊമിനോർ 400 2017 ആ ഒരു ടൈമിലൊക്കെ തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 2018-ലാണ് ഇത് ഒരു അപ്ഡേറ്റിന് ശേഷം UG മോഡലിലായിട്ട് ഡബിൾ ബാരൽ എക്സോസ്റ്റായിട്ടൊക്കെ ഡൊമിനോർ 400 വന്നത്. അതിന് മുന്നേ സിംഗിൾ ബാരൽ എക്സോസ്റ്റും നോർമൽ ഒരു വണ്ടിയായിട്ടാണ് ഡൊമിനോർ 400 വന്നത് കേട്ടോ. അപ്പം ഈ ഇരിക്കുന്ന വണ്ടി ഡൊമിനോർ 250 ആണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരുപാട് 250cc വണ്ടികൾ അവൈലബിൾ ആണ്. അതായത് ജിക്സർ 250, ഡ്യൂക്ക് 250, എക്സ്ട്രീം 250 അങ്ങനെ ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് മറ്റ് 250cc വണ്ടികളിൽ നിന്ന് എന്താണ് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ടൂറർ സ്പോട്ടാണ്. അതായത് ടൂറിങ്ങിനും സ്പോർട്സിനും പറ്റിയൊരു വണ്ടിയാണ്. സ്പോർട്സിനാണെങ്കിൽ അത്യാവശ്യം പവറുള്ള വണ്ടിയാണ്, ടൂറിങ്ങിനാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ കംഫർട്ട് തന്ന് ടൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളൊരു സോളോ ട്രാവലറാണ് അല്ലെങ്കിൽ ബാക്കിലെ പില്ലിയൻ എടുത്ത് ട്രാവൽ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്തിനായാലും പറ്റിയൊരു ഓപ്ഷനാണ് ഡൊമിനോർ 250 എന്ന് പറയുന്നത്. കാരണം റൈഡിങ്ങിന് കുറച്ചുകൂടി എക്സ്ട്രാ കംഫർട്ടും സ്പോർട്സിന് ഒരു അറപ്പോടുകൂടി സ്പോർട്സിന് ഇറങ്ങുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡൊമിനോർ 250. അതായത് നമ്മൾ അത്യാവശ്യം ആദ്യമായിട്ട് തന്നെ പെട്ടെന്ന് റവ് ചെയ്യുമ്പോൾ ആ ഒരു പഞ്ച് കിട്ടി ഒരിക്കലും ഡൊമിനോർ കയറില്ല കേട്ടോ. ഡൊമിനോർ ഒന്ന് ലാഗ് ചെയ്ത് ആലോചിച്ച് പറക്കിയിട്ടേ മറ്റു വണ്ടികളോടെ CCയിൽ പിടിക്കാനായിട്ട് നിൽക്കും. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു ടൂറർ ബൈക്കായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് മറ്റൊരു വണ്ടിയുണ്ട്, സുസുക്കി V-Strom X എന്ന് പറയുന്ന വണ്ടി. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഒരു ടൂറർ ബൈക്കാണ്. അതായത് ഒരു ADV ബൈക്കായിട്ടാണ് സുസുക്കി ഉള്ളത്. V-Strom എന്നാണ് അതിൻ്റെ പേര്, V-Strom SX എന്ന് പറയുന്ന വണ്ടിയാണ്. അപ്പം അതൊരു ADV വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ADVയിലോട്ടാണെങ്കിൽ വേറെയും ഉണ്ട്, ഡ്യൂക്ക് അഡ്വഞ്ചർ ADV 250 ഉണ്ട്. അപ്പം അതിലും നമുക്ക് താരതമ്യം ചെയ്യാം. പക്ഷേ ADV 250 എന്ന് പറയുന്ന ഒരു ടൂറിംഗ് പ്ലസ് സ്പോട്ടാണ്. പക്ഷേ അതിലെനിക്ക് തോന്നുന്നു അതൊരു ടൂറിംഗ് സ്പോട്ടാണെങ്കിലും സ്പോർട്സിനാണ് അത് കുറച്ചുകൂടി പ്രിഫറൻസ് നൽകുന്നത്. പക്ഷേ ഈ ഒരു വണ്ടി ടൂറിംഗ് സ്പോട്ടാണ്. അതായത് നമുക്ക് നല്ല കംഫർട്ടോട് കൂടി ടൂർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ് ഡൊമിനോർ 250 എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയാൻ കേട്ടോ. ഇപ്പോൾ ടൂറിങ്ങിലായാലും സ്പോർട്സിലായാലും ഇതിനൊരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് നെഗറ്റീവ് പറഞ്ഞു തുടങ്ങാം. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏതൊരു ഡൊമിനോർ 250 യൂസറിനായാലും ആദ്യം തന്നെ പറയാനുള്ള ഒരു മെയിൻ നെഗറ്റീവ് കാര്യം, ബജാജ് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു വണ്ടിക്ക് സ്റ്റോക്കായിട്ട് തരുന്ന ടയർ തന്നെയാണ് കേട്ടോ. ആദ്യം തന്നെ പറയാനുള്ള ഏറ്റവും മെയിനായിട്ടുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം, ഫ്രണ്ടിൽ തരുന്ന 100/80/17 MRFൻ്റെ ടയർ സെക്ഷനാണ്. ബാക്കിൽ തരുന്നത് 130/70/17 എന്ന് പറയുന്നൊരു MRFൻ്റെ ടയർ സെക്ഷനാണ് കേട്ടോ. അത് ഭയങ്കര മോശമാണ്. ഇത്രയും ബൾക്കായിട്ടുള്ള വണ്ടിക്ക് ഇത്രയും ഷോർട്ടായിട്ടുള്ള ഒരു ടയർ വരുമ്പം ആർക്കായാലും അതൊരു പോരായ്മയായിട്ട് തന്നെ തോന്നും. എനിക്കും തോന്നി. ഞാനൊരു ഡൊമിനോർ 250 യൂസറാണ്. അപ്പം ഈ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്കും അത് നല്ലവണ്ണം തോന്നി. പക്ഷേ ഞാൻ ഈ വണ്ടി എടുത്തൊരു 12,000 കിലോമീറ്ററൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ടയർ മാറി. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോളോ ട്രാംബ്ലർ ST എന്ന് പറയുന്ന ഒരു നോൺ റൈഡൽ ടയറാണ് കേട്ടോ. ഫ്രണ്ടിൽ സ്റ്റോക്ക് ടയറിൻ്റെ സെക്ഷൻ തന്നെയാണ്, 100/80/17 തന്നെയാണ് അപ്പോളോ ട്രാംബ്ലർ ST. പക്ഷേ ബാക്കിലോട്ടാണെങ്കിൽ അപ്പോളോ ട്രാംബ്ലർ ST തന്നെയാണ്. ഇത് ഞാൻ പേരായിട്ട് മാറിയതാണ് കേട്ടോ. അത് ഫ്രണ്ട് ബാക്ക് ഒരുമിച്ച് മാറിയതാണ്. ബാക്കിൽ വരുമ്പോൾ 140/70/17 ബാക്കിലോട്ട് ഉപയോഗിക്കണം. കാരണം കുറച്ചിട്ട് വിരിവ് കിട്ടും എന്നും പറഞ്ഞ് 140 ആക്കിയതാണ് കേട്ടോ. ഓവറായിട്ട് സൈസ് കൂട്ടാൻ നിന്നില്ല, പക്ഷേ എനിക്ക് വിരിവ് കിട്ടിയില്ല കേട്ടോ. കാരണം എന്തുകൊണ്ടെന്നറിയില്ല, പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു വണ്ടിയുടെ അലോയ് ഭയങ്കര ചെറുതാണ് കേട്ടോ. ഇപ്പോൾ അലോയ് ചെറുതാകുമ്പം നമ്മളിതിനെ ടയർ ഈ അലോയിൽ പിടിക്കുമ്പം ഇവിടെയും കൊണ്ട് ചുരുങ്ങും. അതായത് ബാക്കിലുള്ള ടയർ സെക്ഷൻ ചുരുങ്ങും.  അങ്ങനെ ചുരുങ്ങിയിട്ടാണ് ഇതിൻ്റെ ടയർ ഇപ്പോഴും വലിയ ഷോർട്ടായിട്ട് തോന്നിക്കുന്നില്ല. പക്ഷേ 140/70/17 ബാക്കിലോട്ട് ഉപയോഗിക്കണം. കാരണം കുറച്ചിട്ട് വിരിവ് കിട്ടും എന്നും പറഞ്ഞ് 140 ആക്കിയതാണ് കേട്ടോ. ഓവറായിട്ട് സൈസ് കൂട്ടാൻ നിന്നില്ല, പക്ഷേ എനിക്ക് വിരിവ് കിട്ടിയില്ല കേട്ടോ. കാരണം എന്തുകൊണ്ടെന്നറിയില്ല, പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു വണ്ടിയുടെ അലോയ് ഭയങ്കര ചെറുതാണ് കേട്ടോ. ഇപ്പോൾ അലോയ് ചെറുതാകുമ്പം നമ്മളിതിനെ ടയർ ഈ അലോയിൽ പിടിക്കുമ്പം ഇവിടെയും കൊണ്ട് ചുരുങ്ങും. അതായത് ബാക്കിലുള്ള ടയർ സെക്ഷൻ ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങിയിട്ടാണ് ഇതിൻ്റെ ടയർ ഇപ്പോഴും വലിയ ഷോർട്ടായിട്ട് തോന്നിക്കുന്നില്ല.
പക്ഷേ എങ്കിലും ഷോർട്ട് ആയിട്ടും തോന്നാം. സാധാരണ ഈ ഒരു 140 സെക്ഷൻ ടയർ മറ്റേത് വണ്ടി കിട്ടാലും അത്യാവശ്യം നല്ല വിസിബിലിറ്റി അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വിരിവ് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു വണ്ടിയുടെ അലോയ് ചെറുതായതുകൊണ്ട് തന്നെ ഒരു വിരിവ് ഇതിൽ കിട്ടൂല കേട്ടോ. അപ്പം അതൊരു പോരായ്മ തന്നെയാണ്. പക്ഷേ ഒട്ടുമിക്ക ഡൊമിനോർ 250 യൂസേഴ്സും വണ്ടി എടുത്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു മേജർ പണിയെന്ന് എനിക്ക് കൊണ്ട് ടയർ തന്നെ മാറി മറ്റൊരു ടയർ അപ്ഗ്രേഡ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്കിതിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ അപ്ഗ്രേഡ് ചെയ്യുമ്പം എല്ലാ റൈഡേഴ്സും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. മാക്സിമം നിങ്ങൾ യൂസ്ഡ് ടയേഴ്സൊക്കെ വാങ്ങിച്ച് വണ്ടിയിലോട്ട് ഇടാതിരിക്കുക കേട്ടോ. കാരണം ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാക്സിമം യൂസ്ഡ് ടയേഴ്സ് വാങ്ങിച്ചിടാതിരിക്കുക. പുതിയ ടയർ തന്നെ വാങ്ങിച്ചിടുക, പെയറായിട്ട് വാങ്ങിച്ചിടുക. പുതിയ ടയർ ഇടുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ എനിക്ക് തോന്നില്ല. കാരണം എൻ്റെ കൂടെ റൈഡ് ചെയ്യുന്ന ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, മെയിനായിട്ട് പറയുന്ന കാര്യമാണ് ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്യാതെ സ്റ്റോക്കായിട്ട് വരുന്ന ടയറിൽ നല്ല ടയർ നോക്കി വാങ്ങിച്ചിടുക. ആ സൈസിൽ തന്നെ നല്ല ടയർ നോക്കി വാങ്ങിച്ചിടുക. മാക്സിമം യൂസ്ഡ് ടയേഴ്സ് അല്ലെങ്കിൽ ട്രാക്ക് ടയേഴ്സൊക്കെ വാങ്ങിച്ച് ഇടാതിരിക്കുക. യൂസ്ഡ് ടയേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ച ട്രാക്ക് ടയേഴ്സാണ് കേട്ടോ. ട്രാക്കിൽ ഓടി വിൽക്കാൻ വരുന്ന ടയേഴ്സ് ഇപ്പോൾ ഒരുപാട് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ വാങ്ങിച്ചിടാതിരിക്കുക. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം രണ്ടാമത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റിൽ എന്താണ് നെഗറ്റീവ് എന്ന്. നെഗറ്റീവും പോസിറ്റീവും ഉള്ളൊരു പാർട്ടാണ് നമ്മുടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം റെയിനി സമയത്ത് ആക്ച്വലി മൺസൂണിലൊക്കെ നമ്മൾ റൈഡ് പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ ഡൊമിനോറിൻ്റെ ഏറ്റവും വലിയ പോരായ്മയാണ് ഹെഡ്ലൈറ്റ്. കാരണം ഈ ഒരു ഹെഡ്ലൈറ്റിൽ മൊത്തം ഫോഗ് നിറഞ്ഞിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഫുള്ളി ഫോഗ് നിറഞ്ഞിരിക്കുന്ന പരിപാടി. ഇതൊരു റൈഡ് പോയപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആണ്. അതായത് നമുക്ക് ബ്രൈറ്റിൻ അതിലായത് വെട്ടത്തിൽ ബാധിക്കുമെന്നല്ല, പക്ഷേ വണ്ടി കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫോഗ് നിറഞ്ഞ് കൂടിയിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് വേറൊരാളത്ത് പോകുമ്പോൾ അവരാദ്യം ചോദിക്കുന്നത് ഇത്രയും വില കൊടുത്തെടുത്ത വണ്ടിയിൽ എന്താണ് ഇത്രയും ഫോഗ് നിറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇത് ഹെഡ്ലൈറ്റ് പൊളിച്ചാൽ വെള്ളം കയറിയ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷേ ഏതൊരു ഡൊമിനോർ 250ക്ക് നേരിടുന്ന പ്രോബ്ലം തന്നെയാണ് ഹെഡ്ലൈറ്റിൽ ഫോഗ് കയറുക എന്നുള്ള പരിപാടി. അതുപോലെ തന്നെ മറ്റൊരു നെഗറ്റീവാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു നെഗറ്റീവാണ് ചെളി അടിച്ച് കയറുന്നത് കേട്ടോ. റൈഡേഴ്സ് നമ്മൾ റൈഡ് ചെയ്യുന്ന ടൈമിൽ റൈഡറിൻ്റെ പാൻറ്റിലും പില്ലിയൻ്റെ പാൻറ്റിലും ഉൾപ്പെടെ നമ്മളെ ഈ തുട വരെ ചെളി അടിച്ച് കയറും. അത് 2-3 തവണ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ ആണ്. ആക്ച്വലി ഒരു മഡ് ഫ്ലാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു മഡ് ഫ്ലാപ്പ് വെച്ചിട്ടുള്ളത് ഈ ചെളി ഇവിടെ നിന്ന് അടിക്കുന്ന ചെളി ഇങ്ങോട്ട് തെറിക്കാതിരിക്കണം. പക്ഷേ ഇതിന് ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിലടിക്കുന്ന ചെളി പ്യൂർലി കംപ്ലീറ്റ്ലി പില്ലിയൻ്റെ കാലിലും റൈഡറിൻ്റെ കാലിലും ഉറപ്പായിട്ടും കയറിയിരിക്കും. മാത്രമല്ല ഫുള്ള് ചെളി കൊണ്ട് നിറയും കേട്ടോ. അതായത് ഏകദേശം ഇവിടം വരെയൊക്കെ ചെളി കൊണ്ട് നിറയും. നമ്മുടെ മഡ് ഗാർഡ്, ഷോക്ക് അബ്സോർബർ, ഇതൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ചെളി കൊണ്ട് നിറയും. എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പുണ്ട്, അത് ഞാൻ ഇട്ടേക്കാം. സൈലൻസറും എല്ലായിടത്തും ചെളി കൊണ്ട് നിറഞ്ഞിരിക്കും, കണ്ടില്ലേ. അപ്പോൾ അതും ഒരു പോരായ്മ തന്നെയാണ്. പിന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ള ഈ ഒരു 250cc വണ്ടി എൻ്റെ ഇരിക്കുന്നത് 2022 മോഡലാണ്. അതായത് ഒരു E20 അപ്ഗ്രേഡിന് മുന്നേ വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പം ഇപ്പം ഇറങ്ങുന്ന വണ്ടികളിൽ ആ ഒരു പോരായ്മയില്ല. ഗിയർ ഇൻഡിക്കേറ്റർ അല്ല ഈ ഒരു വണ്ടിക്ക്. അപ്പം ഗിയർ ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഇറങ്ങുന്ന E20 വെർഷന് ശേഷം ഇറങ്ങി എല്ലാ ഡൊമിനോർ 250ക്കും ഗിയർ ഇൻഡിക്കേറ്റർ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ബജാജിലുള്ള എല്ലാ സെഗ്മെൻറ്റ് വണ്ടികൾക്ക് ഉൾപ്പെടെ ഒരു ഗിയർ ഇൻഡിക്കേറ്റർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ ഗിയർ ഇൻഡിക്കേറ്റർ ഇല്ല. കാരണം ഈ ഒരു വണ്ടിയുടെ മീറ്ററിൽ നോക്കിയാൽ അറിയാം, ഒന്നും തന്നെ ഇല്ല. ഇവിടെ വെട്ടമായതുകൊണ്ട് അത്യാവശ്യം നല്ല വെളിച്ചമാണ് ഉണ്ടല്ലേ. അപ്പം അത്യാവശ്യം ബ്രൈറ്റനായിട്ട് കാണിക്കില്ല. ഓഡോമീറ്റർ ഉണ്ട്, RPM മീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ ഉണ്ട്, ഫ്യൂൽ ഗേജ് ഉണ്ട്, ടൈമുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫുൾ ഇൻഡിക്കേറ്റേഴ്സാണ് കേട്ടോ. അപ്പം ഇതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് കമ്പനി തന്നെ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, ഗിയർ ഇൻഡിക്കേറ്റർ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിനി ഇതിൽ ഗിയർ ഇൻഡിക്കേറ്റർ കയറ്റുക എന്ന് പറയുന്നത് ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണ്. കാരണം മീറ്റർ മാറ്റണം, ഇതിൻ്റെ വയറിങ് മാറ്റണം. അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ടൊന്നും പോകണില്ല. പക്ഷേ ഓക്കെ, നമ്മൾ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ആയി എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ആയി. ഓക്കെ, അപ്പം അടുത്തൊരു പോരായ്മയായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവലിംഗ് ടൈമിലാണ് ഈ ഒരു പോരായ്മ മെയിനായിട്ട് ഫേസ് ചെയ്യാനാട്ടോ. സീറ്റ്, ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ഏതൊരു ഡൊമിനോർ യൂസറായാലും, ഇപ്പോൾ 400cc ആയാലും 250cc ആയാലും ഏതൊരു ഡൊമിനോർ യൂസറിനും കോമൺലി പറയാനുള്ളൊരു കംപ്ലയിൻ്റ് ആയിരിക്കും സീറ്റ്. ഒട്ടും സോഫ്റ്റ് അല്ലാത്ത ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സീറ്റാണ് ഈ ഒരു ഡൊമിനോർ 250ക്ക് വരുന്നത്. ഒട്ടും സോഫ്റ്റ് അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പാറപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഒരു ഫീലുണ്ട്. പക്ഷേ നമ്മളൊരു 20-30 കിലോമീറ്ററൊക്കെ റൈഡ് ചെയ്യണമെങ്കിൽ ഇത് കുഴപ്പമില്ല. അതായത് ഡെയിലി യൂസേജ് എനിക്ക് സീറ്റ് വലിയ പ്രോബ്ലം ആയിട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് റൈഡിലൊക്കെ ഈ ഒരു സീറ്റ് ഭയങ്കര പോരായ്മ തന്നെയാണ്. കാരണം റൈഡറിനായാലും പില്ലിയനായാലും പ്രോബ്ലം തന്നെയാണ്, ഭയങ്കര ഹാർഡാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. കാരണം ജെൽ സീറ്റ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്ട്രാ കുഷനൊക്കെ വെച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല കംഫർട്ട് തോന്നിയൊരു സീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിമാലയൻ്റെ ആണ് കേട്ടോ. റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ സീറ്റ് നല്ല കംഫർട്ടുള്ള സീറ്റാണ്. കാരണം റൈഡറിനും പില്ലിയനും നല്ല കംഫർട്ടാണ്. എക്സ്ട്രാ കുഷനൊക്കെ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. ജെൽ സീറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഹിമാലയനിൽ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ജെൽ സീറ്റൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ജെൽ സീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമുക്ക് റൈഡറിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 5.5 ഹൈറ്റുള്ള ഒരാളാണ്. അപ്പം എനിക്ക് ഈ ഒരു വണ്ടി ഇപ്പം തന്നെ ഒരു ഫുൾ കാലെത്തിയല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും വണ്ടി. ഇപ്പം കുറച്ചുകൂടി ഹൈറ്റ് കൂടുന്ന സമയത്ത് ഒട്ടും ബാലൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും കേട്ടോ. കുറച്ചുകൂടി ഹൈറ്റ് കൂടുമ്പം എനിക്ക് ഒട്ടും കാലെത്താത്തൊരവസ്ഥ വരും.
അപ്പോൾ അതിലോട്ട് ഞാൻ നിൽക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സീറ്റോട്ട് ഇപ്പം അഡ്ജസ്റ്റായി. പക്ഷേ ഒരു 50-60 കിലോമീറ്ററൊക്കെ വെച്ച് ബ്രേക്ക് എടുത്ത് പോവേണ്ടി വരും. കാരണം ഈ ഒരു സീറ്റ് കുറേ ഇരിക്കുമ്പോൾ നമ്മൾ പൃഷ്ഠമൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കും. പൃഷ്ഠം മീൻസ് നമ്മൾ ഇരിപ്പിടം ഭയങ്കരമായിട്ട് വേദനിക്കും. അപ്പം അതിനൊരു പരിഹാരം എന്തായാലും ഉടനെ ഞാൻ കാണും. മിക്കവാറും ഞാൻ ഇതിൽ ഒരു ലെയർ കുഷൻ ചെയ്യും കേട്ടോ. അപ്പം വലുതായിട്ട് ഹൈറ്റ് ആവില്ല, ഒരു ലെയർ കുഷൻ ചെയ്തിട്ട് ഇരിക്കുന്നതിന് കുറച്ച് ബെറ്റർ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെ ചെയ്യുന്നതിൽ ഒരു വരും വീഡിയോസിലൊക്കെ ഞാൻ ഉറപ്പായിട്ടും കാണിക്കും. അപ്പം അതും നമുക്ക് ഏതൊരു നെഗറ്റീവ് നമുക്ക് മാറ്റാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഫോഗ് കയറുന്ന കാര്യം, ചെളി കടിച്ച് കയറണം നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇത് രണ്ടും എന്ത് ചെയ്യണമെന്ന് പേഴ്സണലി എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ കാണും, പേഴ്സണലി എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ടയറിൻ്റെ കാര്യം നമുക്ക് ടയർ മാറ്റാൻ പറ്റും, സീറ്റ് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഐ മീൻ സോഫ്റ്റൊക്കെ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ജെൽ സീറ്റൊക്കെ വെച്ച് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ള മെയിൻ പോരായ്മകൾ. പിന്നെ മറ്റൊരു പോരായ്മ, ഇതെല്ലാവർക്കും പോരായ്മയായിട്ടൊന്നും തോന്നില്ല, ഇൻഡിക്കേറ്ററാണ് കേട്ടോ. LED ഇൻഡിക്കേറ്ററാണ്, ഹാലജൻ ഇൻഡിക്കേറ്റർ അങ്ങനെയൊന്നുമല്ല, LED ഇൻഡിക്കേറ്റേഴ്സാണ്. പക്ഷേ കണ്ടില്ലേ, നമ്മൾ കാറ്റടിച്ച പോലെ ഒരു നാട് ഇൻഡിക്കേറ്റർ ഇപ്പോഴും ഇത് പൊട്ടിയിരിക്കുകയാണ് എല്ലാം. അതായത് ഈ വണ്ടിയിൽ 4 ഇൻഡിക്കേറ്റർ ഞാൻ ഒരു 5-6 വർഷം മാറിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒട്ടും കട്ടിയില്ലാത്തൊരു ഇൻഡിക്കേറ്ററാണ് കേട്ടോ. ഒട്ടും കട്ടിയില്ലെന്ന് വെച്ചിട്ട് ഒട്ടും കട്ടിയില്ലാത്തൊരു ഇൻഡിക്കേറ്ററാണ്. അപ്പം അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇൻഡിക്കേറ്ററിൻ്റെ കാര്യത്തിൽ എനിക്ക് എക്സാമ്പിൾ ചെയ്യാൻ പറ്റിയൊരു വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറങ്ങണം FZ V4 ആ ഇൻഡിക്കേറ്റർ കുറച്ചുകൂടെ പക്കയാണ്. ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗം കുറച്ചുകൂടെ കട്ടിയാണ്, അതിൽ നല്ല തിക്നെസ് ആയിരിക്കും. LED ഇൻഡിക്കേറ്റേഴ്സാണ്, നല്ല ബ്രൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചുകൂടെ കട്ടിയായിരിക്കും. ഇതുപോലെ ഒരു നാടത്തില്ല കേട്ടോ. ഇതൊക്കെ ആഫ്റ്റർ മാർക്കറ്റാണ്, ഇത് രണ്ടും ആഫ്റ്റർ മാർക്കറ്റാണ്. ഇത് രണ്ടും കമ്പനി ബജാജിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ആഫ്റ്റർ മാർക്കറ്റ് ഇൻഡിക്കേറ്റർ ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എപ്പോഴായാലും എനിക്ക് ആവശ്യം വരും, അതുകൊണ്ട് അത് ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി എടുത്തിട്ട് കിട്ടിയൊരു പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വണ്ടി എടുത്തൊരു 4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വണ്ടിയിൽ ടൈമിംഗ് ചെയ്യേണ്ട ഒരു വിഷയം വന്നു. അത് ടെൻഷനോട് മാറി വിട്ടപ്പം അത് ഓക്കെ ആയി. പക്ഷേ അത് എനിക്ക് സർവീസ് സെൻ്ററിൻ്റെ ഭാഗത്തുനിന്ന് ആ ഭാഗത്തായിട്ടൊന്നും വന്നില്ല. ആ ഭാഗത്തായിട്ട് എനിക്ക് തോന്നിയത് ഒരു 3-4 ദിവസം വണ്ടി സർവീസ് സെൻ്ററിൽ വെച്ചിരിക്കേണ്ടത് കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. വണ്ടി എടുത്തൊരു 4-5 മാസം, മാക്സിമം 5 മാസത്തിനകത്ത് ഇതിൻ്റെ ടെൻഷൻ്റെ പണി വന്നു. അതെനിക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ മാറി തന്നു, ബിക്കോസ് വണ്ടി എനിക്ക് വാറൻറ്റിയിലായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് എനിക്കിതിൽ തോന്നിയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതെനിക്ക് തോന്നുന്നു കുറച്ചധികം ഉണ്ട് കേട്ടോ, പോസിറ്റീവ് കാര്യങ്ങൾ. അപ്പം അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ആക്ച്വലി പോസിറ്റീവിൽ വരുമ്പം എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ള മറ്റ് 250cc സെഗ്മെൻറ്റ് വണ്ടികളുടെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. അതായത് ഏതൊരു മിഡിൽ ക്ലാസ് കാരണം, അല്ലെങ്കിൽ നമുക്കൊരു വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ട്, ഒരു 250cc ആണ് നമുക്ക് എടുക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, എനിക്ക് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഈ ഒരു വണ്ടി ഓക്കെയാണ്. 2,20,000-25,000 ആ ഒരു റേഞ്ചിനകത്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി ഓൺ റോഡ് പ്രൈസ്. ഞാനെടുത്ത സമയത്ത് 2,12,000 ആയിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ആ ഒരു ടൈമിൽ ഈ ഒരു വണ്ടി ഓക്കെ ആയിരുന്നു. 2,18,000 രൂപയ്ക്ക് എനിക്ക് ഒരു വണ്ടി കിട്ടി. ആക്ച്വലി ഞാൻ വണ്ടി CC എടുത്താണ്, അത് വേറെ കാര്യം. പക്ഷേ CC അടച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വണ്ടി വെർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആ ഒരു പ്രൈസിങ്ങിൽ ഈ ഒരു വണ്ടി ബെസ്റ്റാണെന്ന് എനിക്ക് തോന്നി. നമുക്ക് ടൂറിങ് കിട്ടണമുണ്ട്, സ്പോട്ടും കിട്ടണമുണ്ട്. അപ്പം പ്രൈസിങ് ആണ് മെയിനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിങ് ഒരു രക്ഷയില്ലാത്ത ടൂറിങ് പെർഫോമൻസ് ആണ്. നമുക്ക് ബൈറ്റോട് കൂടി ബ്രേക്കിങ്ങും അത്യാവശ്യം നല്ല പഞ്ചോട് കൂടിയുള്ള ആക്സലറേഷനും നമുക്ക് നല്ല നടുവിനും നല്ല സീറ്റിംഗ് പൊസിഷനോട് കൂടിയ ഹാൻഡിലിംഗ് പൊസിഷനും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ സിറ്റിയിൽ ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ഹാൻഡിലിംഗ് അതെനിക്ക് തോന്നുന്നു, അത് നമ്മളൊന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് പാടുണ്ടാവും, പക്ഷേ നമ്മുടെ കയ്യിലൊന്ന് കിട്ടി നമ്മളൊന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിലിങ് കുറച്ചുകൂടി ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പക്ഷേ ടൂറിങ്ങിൽ ആ ഒരു സീറ്റ് എന്ന് പറയുന്ന പോരായ്മ ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ടൂറിങ്ങിന് പറ്റിയ വണ്ടിയാണ്. കോർണറിങ്ങിന് ടയർ ബെസ്റ്റാണ്. ഈ അപ്പോളോ ട്രാംപ്ലർ ST എന്ന് പറയുന്ന ടയർ കോർണറിങ്ങിന് ബെസ്റ്റാണ്. വണ്ടി ഓൾ അബൌട്ട് ദ ടൂറിങ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ടൂറിങ്ങിന് പക്ക വണ്ടിയാണ്. അതായത് അത്യാവശ്യം റൈഡ് ചെയ്യുന്ന സമയത്ത് എനിക്കിതിൽ ഒരു പോരായ്മയും പറയാനില്ല. സീറ്റിങ്ങിൻ്റെ പൊസിഷൻ ഒഴിച്ച് വേറെ ഒന്നും എനിക്ക് പോരായ്മയായിട്ട് പറയാനില്ല കേട്ടോ. അപ്പം അത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ സൗണ്ടാണ് കേട്ടോ. എക്സോസ്റ്റ് നോട്ട് ഒരു രക്ഷയില്ലാത്ത എക്സോസ്റ്റ് നോട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. ഈ ഒരു ഡബിൾ ബാരൽ എക്സോസ്റ്റിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട്, അത് ആക്ച്വലി ഡൊമിനർ 400 250ക്കും കോമൺലി എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. എക്സോസ്റ്റ് നോട്ട് നല്ല പഞ്ചോട് കൂടി ഡബിൾ ബാരൽ എക്സോസ്റ്റോടെ എക്സോസ്റ്റ് നോട്ടാണ്. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. കണ്ടില്ലേ? അപ്പം ഈ ഒരു എക്സോസ്റ്റിൽ തന്നെ വേറൊരു പോരായ്മ എനിക്ക് പറയാനായിട്ടുണ്ട്. ഫിസിലിംഗ് സൗണ്ട് എൻജിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, എൻജിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു ഫിസിലിംഗ് സൗണ്ട് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ലൊരു ഫിസിലിംഗ് സൗണ്ട് നമുക്ക് എൻജിൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കും കേട്ടോ. അത് ഇപ്പോൾ 250cc ഇത്രയും പവറുള്ളതുകൊണ്ടായിരിക്കും ഒരു ഫിസിലിംഗ് സൗണ്ട് ഉണ്ട്. അത് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ സൗണ്ട് പക്കയാണ് കേട്ടോ. പക്കയെന്ന് വെച്ചാൽ പ്യുവർലി പക്ക സൗണ്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ് ഈ ഡൊമിനോറിൽ സൗണ്ട് എന്ന് പറയുന്നത്.
അപ്പം മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ മൈലേജാണ്. ഒരു 250cc വണ്ടിക്ക് ഇപ്പോൾ ഞാൻ പറയാൻ പോണ മൈലേജിനേക്കാൾ അധികം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ ഒരു മൈലേജിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു വർഷം മുന്നേ ഞാൻ എൻ്റെ ഒരു മൈലേജ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നോർമൽ പെട്രോൾ അടിച്ചപ്പോൾ എനിക്ക് ഏകദേശം 35.5 മൈലേജ് കിട്ടി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നും ഒരു 40 എനിക്ക് മൈലേജ് കിട്ടണുണ്ട് കേട്ടോ. അതായത് 40-നകത്തൊരു 38-40 എനിക്ക് മൈലേജ് കിട്ടണുണ്ട്. അത് ചെയ്ത് സിറ്റി റൈഡാണ്. നമ്മൾ ബൈപ്പാസ് റൈഡ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 42-43 മൈലേജ് കിട്ടുമായിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ഒരു മൈലേജ് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കും, ബ്രോയ്ക്ക് ഇത്രയും മൈലേജ് കിട്ടണുണ്ടോ? മറ്റൊരു പക്ഷം ചോദിക്കും, ബ്രോയ്ക്ക് ഇത്രയും മൈലേജ് കിട്ടണുള്ളൂ എന്ന്. കാരണം ആ ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോയിലും ഒരുപാട് കമൻറ്റ് ഉണ്ട്, ബ്രോ എനിക്ക് 27-28 മൈലേജ് കിട്ടണുള്ളൂ. മറ്റൊരു കമൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 48-50 കിട്ടുന്നു എന്നായിരുന്നു. ആക്ച്വലി മൈലേജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ റൈഡിങ് സ്റ്റൈലിന് അപ്പിയറൻസ് ആയിരിക്കും. അതായത് നമ്മുടെ റൈഡിങ് സ്റ്റൈൽ നോക്കിയായിരിക്കും മൈലേജ് കിട്ടുന്നത്. നല്ല പഞ്ച് ചെയ്ത് ത്രോട്ടിൽ ചെയ്ത് പോകുന്ന ഒരാളാണെങ്കിൽ മൈലേജ് ഭയങ്കര കുറവായിരിക്കും. പക്ഷേ ഒരു 80-100 പോകുന്ന ഒരാൾക്ക് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. ഞാൻ 80-100 പോകുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ത്രോട്ട് കൊടുത്ത് പോകുന്ന ഒരാളൊന്നുമല്ല. അപ്പം എനിക്ക് ഒരു 40 മൈലേജ് കിട്ടണുണ്ട്. മൈലേജിൻ്റെ ഭാഗത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയുവാണെങ്കിൽ വണ്ടിയുടെ ഈ ഒരു ബിൽഡ് ക്വാളിറ്റി. ആക്ച്വലി ഇതൊരു പോസിറ്റീവുമാണ് നെഗറ്റീവുമാണ്. ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഡൊമിനറിനെ എന്നും ഒരു ഡൊമിനറായി കീപ്പ് ചെയ്യണം കേട്ടോ. അതായത് ഒരു ലെജൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു വെയിറ്റ് ആയിട്ടുള്ള ഒരു മാസീവ് ലുക്ക്, ഈ ഒരു ബിൽഡ് ക്വാളിറ്റി, ഈ ഒരു മസിൽ ലുക്ക്. പക്ഷേ ഇതൊരു പോരായ്മയായിട്ട് വരുമ്പോൾ ഇത്രയും വെയിറ്റുള്ള വണ്ടി നമ്മൾ ഒറ്റയ്ക്ക് റൈഡ് ചെയ്യുമ്പോൾ ഒരു ഓഫ് റോഡൊക്കെ അടിക്കുമ്പോൾ തറ വീണ എടുത്തു പൊക്കാൻ ടാസ്ക് ആയിരിക്കും. അല്ലെങ്കിൽ അത്രയും നല്ല പവറുള്ള ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഇതൊക്കെ എടുത്ത് പൊക്കി എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറായിരിക്കണം കേട്ടോ. അപ്പം മാക്സിമം നിങ്ങൾ ഒരു ഓഫ് റോഡൊക്കെ ചെയ്യുന്ന സമയം ഡൊമിനറിൽ ഓഫ് റോഡ് ചെയ്യാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുമല്ലോ കേട്ടോ. ഓഫ് റോഡ് ചെയ്യാനായിട്ട് ഓഫ് റോഡ് ബൈക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ഡൊമിനറിൽ ഒരു ഓഫ് റോഡിങ് ബൈക്കായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ ഡൊമിനർ ഒരു നല്ല ട്രാവൽ ബൈക്കാണ്, നല്ല ടൂറിങ് ബൈക്കാണ്. അപ്പം ഇതൊരു പോരായ്മയായിട്ടും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാം. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, നല്ല വെയിറ്റ് ഉള്ള വണ്ടിയാണ്. അപ്പം അത് മാനേജ് ചെയ്യാൻ പാടാണ്. ഒന്ന് അഡ്ജസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ആകും ഭയങ്കര എളുപ്പമാണ്. അപ്പം ഇതാണ് പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ പോസിറ്റീവായിട്ട് പറയാനായിട്ടാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ എൻജിൻ പവർ, അതായത് മറ്റുള്ള വണ്ടികളോട് ഈ ഒരു സെഗ്മെൻറ്റ് വൈസ് മറ്റുള്ള വണ്ടികളോട് മത്സരിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റണല്ലേ. ടൂറിങ്ങും സ്പോർട്ടൊന്നും നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റണല്ലേ. പക്ഷേ ഈ ഒരു ADV 250 എന്ന് പറയുന്നത് KTM ADV 250 അത് നല്ല പ്രൈസിങ് ആണ് കേട്ടോ. ഭയങ്കര പ്രൈസിങ് ആണ്. പക്ഷേ ആ ഒരു പ്രൈസിംഗ് ഒന്നും അല്ല. ഈ ഒരു പ്രൈസിങ് നമുക്ക് ഈ ഒരു ടൂറിങ്ങും സ്പോർട്ടും തരുന്ന വണ്ടി ഡൊമിനർ 250 തന്നെയാണ്. അതിലാരും തർക്കിക്കേണ്ട, ഓക്കെയാണ് കേട്ടോ. പിന്നെ പോസിറ്റീവ് കാര്യത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു രക്ഷയില്ലാത്ത ഹെഡ്ലൈറ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ പകൽ ഈ ഒരു വെയിൽ സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത്രയും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് ഈ ഒരു വെയിൽ സമയത്ത് പോലും നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാൻ പാസ് അടിച്ച് പിടിച്ചിരിക്കുന്നതാണ്. ഇത്രയും നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ നൈറ്റുള്ള ആ ഒരു പവർ എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ മിറർ ഉണ്ടല്ലോ, അലോയ് മിററാണ് ഇതിൽ കൊടുക്കണം. പക്ഷേ പണ്ടത്തെ ഡൊമിനറിൽ ഈ ഒരു മിറർ അല്ലായിരുന്നു. ഇപ്പോഴത്തെ ഡൊമിനറിലെല്ലാം ഈ ഒരു മിററാണ്, അലോയ് മിററാണ്. ഇത് ഭയങ്കര വൈബ്രേഷൻ ഫ്രീ ആണ് കേട്ടോ. അതായത് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒട്ടും വൈബ്രേഷനൊക്കെ തോന്നാത്തൊരു വണ്ടിയാണ്. മിററാണ് ഈ ഒരു മിറർ, അലോയ് മിറർ. അപ്പം ബാക്കി കാര്യങ്ങൾ എന്തായാലും എനിക്ക് തോന്നുന്നു പോസിറ്റീവിന് വലുതായിട്ട് പറയാനായിട്ടൊന്നും ഇല്ല കേട്ടോ. പോസിറ്റീവിൽ മെയിനായിട്ടുള്ള കാര്യം പ്രൈസിങ്ങും വണ്ടിയുടെ ടൂറിങ് കേപ്പബിലിറ്റിയുമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ബാക്കി റൈഡ് ചെയ്തുകൊണ്ട് പറയാം. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സ്ഥലം നമ്മുടെ വിഴിഞ്ഞം ഹാർബറാണ്. കണ്ടില്ലേ, അവിടേക്കാണ് വിഴിഞ്ഞം ഫിഷിങ്ങിന് പോണ ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ വിഴിഞ്ഞം പള്ളിയാണ്. ഇത് പണ്ടത്തെ ബോട്ടുകളാണ് കേട്ടോ. ഇവിടുത്തെ പണ്ട് നശിച്ചു പോയ ബോട്ടുകളെ കൊണ്ടുവരുന്ന സ്ഥലമാണ്, നമ്മുടെ നാടാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ചലിക്കാം. കണ്ടില്ലേ, വണ്ടി ഓണാക്കുന്ന ടൈമിലായാലും നമുക്ക് ആ ഒരു ഫീലൊക്കെ നല്ല എൻജോയ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ റൈഡ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു മാസീവ് സൗണ്ട് ഉണ്ടല്ലോ, അത് ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് കേട്ടോ ഈ ഒരു സൗണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി റൈഡ് ചെയ്തുകൊണ്ട് പറയാം. ഇവിടെ നിന്ന് റൈഡ് ചെയ്യുമ്പം ഒരുപാട് ഇതുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. ചെറിയ ഓഫ് റോഡൊക്കെ നമുക്ക് നൈസായിട്ട് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ വലിയ ഹാർഡ് കോർ ഓഫ് റോഡൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. കാരണം ഹാർഡ് കോർ ഓഫ് റോഡൊക്കെ അടിക്കാനായിട്ട് അതിൻ്റേതായ വണ്ടികളുണ്ട്. ഇതിന് ഹാർഡ് കോർ ഓഫ് റോഡ് അടിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയണം, അങ്ങനെയും അടിക്കുന്നവരുണ്ട്. ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ ഡൊമിനർ 250 പക്കയാണെന്നൊന്നും ഞാൻ പറയാനില്ല. പക്ഷേ ടൂറിങ്ങിൻ്റെ കാര്യത്തിൽ ഡൊമിനർ 250 പക്കയാണ്. അത്യാവശ്യം നല്ല സ്പോട്ട് പെർഫോമൻസിൻ്റെ കാര്യത്തിലും ഡൊമിനർ പക്കയാണ് കേട്ടോ. ഓഫ് റോഡിൻ്റെ കാര്യം ഞാൻ ഒരിക്കലും നിങ്ങളെ സജസ്റ്റ് ചെയ്യില്ല. ഓഫ് റോഡൊക്കെ അടിക്കാൻ താല്പര്യമുള്ള ഒരു ഡൊമിനർ എടുക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല.
ആക്ച്വലി ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഒരുപാട് പോരായ്മകൾ കാണും. കാരണം ഞാൻ ഒരു കംപ്ലീറ്റ് ബൈക്ക് റിവ്യൂവറൊന്നുമല്ല. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറയണത് കേട്ടോ. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു 3 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ഡൊമിനോർ 250 യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി റൈഡിങ് സ്റ്റൈലിലായാലും ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു അപ്രൈറ്റ് റൈഡിങ് പൊസിഷനാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടണം. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അപ്രൈറ്റ് ആയിട്ടൊന്ന് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വണ്ടിയിൽ ഞാൻ ഹാൻഡിൽ ഹൈറ്റ് കൂട്ടാനായിട്ട് അറേഞ്ച് ഹൈറ്റ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതായത് 1 ഇഞ്ച് ഹാൻഡിൽ ഹൈറ്റർ വെച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അത് എനിക്ക് കുറച്ചുകൂടി നല്ല ഹൈറ്റിലിരുന്ന് ഓട്ടിക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ റൈഡിങ് പോസ്റ്ററാണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു പോസ്റ്ററാണ് ഇഷ്ടം. കുറച്ചുകൂടി നല്ല ഹൈറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ഈ ഒരു സ്റ്റൈലാണ് എനിക്കിഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈൽ ഡിപ്പെൻഡ് ചെയ്താണ്ടിരിക്കണം കേട്ടോ. ഇപ്പം എനിക്കിഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ഈ ഒരു വണ്ടീനെ കീപ്പ് ചെയ്യണത്. ഞാൻ ഇതുവരെ ആ ഒരു ഹാൻഡിൽ ഹൈറ്റർ ഇളക്കി മാറ്റിയിട്ടില്ല, അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടും പോയിട്ടില്ല കേട്ടോ. പിന്നെ ഹാൻഡിൽ 2-3 പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്. ഓരോ റൈഡ് പോകുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഹാൻഡിൽ എൻ്റെ കയ്യിൽ നിന്ന് വീഴും കേട്ടോ. അതായത് വണ്ടി വീഴും. പക്ഷേ ഈ ഒരു ക്രാഷ് ഗാർഡ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ക്രാഷ് ഗാർഡിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. വണ്ടി വീണാലും ഈ ഒരു ഹാൻഡിൽ മാത്രമേ ബെൻഡ് ആവുന്നുള്ളൂ, വേറെ ഒന്നും പറ്റിയിട്ടില്ല. ഇതൊരു ഇൻഡിക്കേറ്റർ പോലും പൊട്ടിയിട്ടില്ല. ഹാൻഡിൽ ബെൻഡാവും. ഹാൻഡിൽ ഞാൻ മാറ്റി. ഇത് 3-4 ഹാൻഡിലാണ് കേട്ടോ. അപ്പം ആ ഒരു അത് പോരായ്മട്ടല്ല, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇതാണ്. അപ്പം അതൊരു പോരായ്മട്ടെന്ന് പറയാനായിട്ട് പറ്റൂല കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിൽ ഞാൻ പറഞ്ഞോളാം, ഇപ്പോൾ ഒരുപാട് പേർക്ക് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും കാണും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കുക. കാരണം കമൻറ്റൊക്കെ വായിക്കുമ്പം നമുക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫാക്ഷൻ, മാത്രമല്ല മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ഞാൻ എന്തെങ്കിലും കാര്യം പറയാനൊരു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റിലൂടെ നിങ്ങൾക്ക് അതും പറയാമല്ലോ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത് ഏത് കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ. കണ്ടൻറ്റ് മീൻസ് ബൈക്കോട്ട് റിലേറ്റ് ചെയ്ത് ഏത് കണ്ടൻറ്റ് ആയാലും. സോ അടുത്തൊരു വീഡിയോ ആണ്. അതിലേക്കും ബൈ ബൈ.